ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്ന് ജിമെയിൽ വഴിയും ടെക്സ്റ്റ് മെസ്സേജ് വഴിയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്പുകളായ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിച്ച് നമ്മൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും സന്ദേശങ്ങൾ വരാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ അയക്കുന്ന സന്ദേശങ്ങൾ നമ്മളുടെ സ്വകാര്യ വിവരങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ പാസ്വേഡ്, നമ്മളുടെ ആധാർ കാർഡ് നമ്പർ എന്നിവയെല്ലാം നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ അയക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അയക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള മെസ്സേജ്, OTP, പാസ്വേഡ് എന്നിവ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചും വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അയക്കുന്ന സന്ദേശങ്ങളും നമുക്ക് തിരിച്ചു വരുന്ന സന്ദേശങ്ങളും നമ്മളുടെ ഫോൺ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ നമ്മളുടെ ഫോണിൽ ഒരു സെറ്റിങ്സ് എനേബിൾ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ ഫോണിൽ നിന്ന് വിശകലനം ചെയ്ത് ഡെവലപ്പർമാരിലേക്ക് നമ്മളറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഫോണിലേക്ക് പോകാം. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ 2 മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ പ്രൈവസി ഫീച്ചർ ഡിസേബിൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അടുത്തായി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മളുടെ ഫോൺ ഉപയോഗിച്ച അന്ന് മുതൽ ഇവർ നമ്മളുടെ ഫോണിൽ നിന്നും എല്ലാ ഡാറ്റാസും ഓൾറെഡി ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി താഴെ നമുക്ക് ഇവിടെ കാണാം ക്ലിയർ ഡാറ്റ എന്നുള്ള ഭാഗം കാണാം. അതിനുശേഷം ഏറ്റവും താഴെ ഓൾ ടൈം, അതിനുശേഷം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ നിന്ന് ഇവർ ശേഖരിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം ഷോ സ്മാർട്ട് ടെസ്റ്റ് സജഷൻ ഇൻ ദ കീബോർഡ് സജഷൻ സ്ട്രിപ്പ്, അതും നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ചില പ്രത്യേക ആപ്ലിക്കേഷൻസ് വഴി നമ്മളുടെ ഫോണിലെ വിവരങ്ങൾ, അതായത് ടെക്സ്റ്റ് മെസ്സേജസും അതേപോലെ തന്നെ ജിമെയിൽ, അതായത് ഇമെയിൽ ID നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകളും നമ്മൾ അയച്ച മെസ്സേജുകളൊക്കെ ഇവർ നമ്മളുടെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്ത് ശേഖരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്പെഷ്യൽ യൂസേജ് ആക്സസ് പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡിസേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സെർച്ച് ബാറിൽ ജസ്റ്റ് യൂസേജ് എന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും യൂസേജ് ആക്സസ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ താഴെ നമുക്കിവിടെ കാണാം യൂസേജ് ആക്സസ് എന്നുള്ളൊരു ഭാഗം വന്നു. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് യൂസേജ് ആക്സസ് അലൗസ് ടു ആൻ ആപ്പ് ടു ട്രാക്ക് വാട്ട് അതർ ആപ്പ് യു ആർ യൂസിങ് ആൻഡ് ഹൗ ഓഫൻ ആസ് വെൽ ആസ് യുവർ കരിയർ, ലാംഗ്വേജ് സെറ്റിംഗ്സ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളിത് എനേബിൾ ചെയ്തുകൊണ്ട് മറ്റ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ആ ആപ്പുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ആക്സസ് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ പെർമിഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുള്ള യൂസേജ് ആക്സസ് അലൗഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഡാറ്റാസും അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഇമെയിലും അതേപോലെ തന്നെ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങളും എല്ലാം നമ്മളുടെ ഫോണിൽ സേഫ് ആയിട്ടിരിക്കുകയും അത് ഡെവലപ്പർമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവസി ഫീച്ചറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.